ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാധാരണ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 മീറ്റർ ക്ലോത്താണ്. 2 മീറ്റർ ആയാലും മതി. ഞാനിവിടെ തയ്ക്കുന്നത് കുറച്ച് വലിയ സൈസിലുള്ള ഒരു പാൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ 2.5 മീറ്റർ എടുത്തത്. 2.25 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് തയ്ക്കുന്നത് പഴയൊരു പാൻറ്റിൽ നിന്ന് അളവെടുത്തിട്ടാണ് തയ്ക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഈസി ആയ മെത്തേഡാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു അളവ് പാൻറ് ഇവിടെ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് പാൻറ്റാണിത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ പാൻറ്റിൻ്റെ താഴെ ഭാഗത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പം ഈ അളവ് ചുരിദാറിൽ നിന്ന് നമുക്ക് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 ഇഞ്ച് വരുന്നിടത്ത് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്ക് വരണം. അതിനുശേഷം താഴെ ഭാഗം വരെയുള്ള അളവ് നോക്കുക. (33.5) ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ഇഞ്ച്, അതായത് 35.5 ഇഞ്ച് ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 35.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ തുണിയിൽ നിന്ന് 35.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആദ്യം ഈ തുണി നീളത്തിലൊന്ന് അളന്നെടുക്കണം. 35.5 ഇഞ്ച് വരുന്ന അവിടെ വെച്ച് ഈ തുണിയെ മടക്കണം. 35.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെ വെച്ച് തുണിയെ 2ആയി മടക്കണം. 35.5 ഇഞ്ച് വരുന്നിടത്ത് ഞാൻ തുണിയെ ഇങ്ങനെ 2ആയി മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഈ തുണിയെ വീതിയിൽ ഒന്നുകൂടി ഇങ്ങനെ മടക്കുക. തുണിയിൽ ഞാൻ ആദ്യം ഇവിടുന്ന് തൊട്ട് 35.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്യുന്ന വശത്ത് ഈ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് മടക്കി കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ഇത് മടക്കുമ്പോൾ താഴെ ഇവിടെ വരെയും 35.5 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഞാനൊന്ന് 4ആയി മടക്കി കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി വരുന്ന തുണിയെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ ചെയ്തില്ല എങ്കിൽ, നമ്മളെടുത്ത തുണിയെ 4ആയി മടക്കി ചെയ്യുകയാണെങ്കിൽ ഈ തുണി കുറച്ച് വേസ്റ്റായി പോകും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തുണിയെ വേസ്റ്റ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ 4ആയി മടക്കി ചെയ്യുന്നത്. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ എടുത്തിരിക്കുന്ന ഈ അളവ് പാൻറ്റിനെ 2ആയി മടക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മാർക്ക് കൊടുക്കണം. അതായത് നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാനാണ് ഇത് കൊടുക്കുന്നത്. ഈ മാർക്കിനെ ഒന്ന് നീട്ടി വരക്കണം. ഇനി ചെയ്യേണ്ടത്, ഈ അളവ് ചുരിദാറിനെ നേരത്തെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ താഴെ ഭാഗത്തെ ഈ അളവാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഇതിങ്ങനെ വെച്ച് പിടിക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് എടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. 1.5 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അടുത്ത മാർക്കിങ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ അളവ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ഇതിൻ്റെ താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ട് ഈ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ആ അളവൊന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് എടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിയെടുത്തു. അപ്പം ഒരു 10.5 ഇഞ്ചാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. 10.5 ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 10.5 ഇഞ്ച് ഞാൻ ഇതിൻ്റെ മുകൾ വശത്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കും ഇതിൻ്റെ താഴെ ഭാഗത്തെ ഈ മാർക്കും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരച്ചു കൊടുത്ത ലൈനിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ താഴെ ഭാഗത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബെൽറ്റ് ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അളവ് പാൻറ്റിൽ നിന്നാണ് നമ്മൾ അളവ് എടുത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത്. ഇവിടെ ബെൽറ്റ് വന്നിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. ഇതിനോടുകൂടി ഞാനൊരു 1.5 ഇഞ്ച് കൂട്ടിക്കൊടുത്ത് ഒരു 8 ഇഞ്ചാണ് ഇതിൻ്റെ ബെൽറ്റിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. ഈ 1.5 ഇഞ്ച് ഈ വള്ളി പിടിപ്പിക്കാനായിട്ട് നമ്മളിവിടെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ബെൽറ്റിൻ്റെ വീതി ഓൾറെഡി നമ്മൾ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വണ്ണാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബെൽറ്റ് തയ്ക്കാൻ 8 ഇഞ്ച് വീതിയുള്ള ഒരു തുണി ഞാൻ ഇവിടെ എടുത്ത് ഇതിനെ ഇങ്ങനെ 4ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ 14 ഇഞ്ച് വരുന്ന പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിനോടൊരു 1.25 ഇഞ്ച് ഞാനിവിടെ കൂട്ടിയിടുകയാണ്. ഒരു 1/4 ഇഞ്ച് ഈ 2 ബെൽറ്റിനെയും കൂട്ടി യോജിപ്പിക്കാനും വേണം. പിന്നെ 1 ഇഞ്ച് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മടക്കി തയ്ക്കാനും വേണം. അപ്പം ഞാനിവിടെ ടോട്ടൽ 15.25 ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബെൽറ്റും ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിനെ മടക്കിയതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നേരത്തെ 2 ഇഞ്ച് മാർക്ക് താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ കാലിൻ്റെ വശത്ത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇത് നമുക്ക് ഇത് മടക്കി തയ്ക്കുമ്പോൾ ഇത് എത്ര വരെയാണ് മടക്കി തയ്ക്കേണ്ടതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കാല് കട്ട് ചെയ്തതിൻ്റെ മുകൾ വശത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെൽറ്റിൻ്റെ 2 പീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം പാൻറ്റിൻ്റെ ഈ കാലുവശം എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് വശത്തുനിന്ന് നമ്മൾ അടയാളപ്പെടുത്തി അവിടെ വരെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 2 മടക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അവിടെ വരെ വരും. അപ്പോൾ അവിടെ വരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം അവിടെ വരെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നും ഈ എൻഡിലും സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഈ എൻഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉൾവശത്ത് നിന്ന് തന്നെ ചെയ്യണം, മാറിപ്പോവരുത്. ഇതിൻ്റെ കാലിൻ്റെ 2 വശവും ഞാൻ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ബെൽറ്റിൻ്റെ 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 പീസിനെയും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ബെൽറ്റിനെ ഞാൻ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ വരുന്നിടത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനെ രണ്ടിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ഒരേ സൈഡിൽ വരത്തക്ക വിധത്തിൽ ഇതിനെ താഴെവശം ഇതുപോലെ ഒന്ന് പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇവിടെ ഇതിൻ്റെ നമ്മൾ താഴെ ഒരു 10.5 ഇഞ്ചിൽ ഇറക്കി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വശത്തെ 2 ഇതും കൂട്ടി വെച്ച് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. ഇത് ഇതിൻ്റെ ബാക്ക് വശമായിട്ടാണ് വരിക. അപ്പോൾ ഇതൊന്ന് തയ്ച്ചു കൊടുക്കുക.
പാൻറ്റിൻ്റെ 2 കാലിൻ്റെ വശവും ഞാൻ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവിടെ കൂട്ടി യോജിപ്പിച്ച ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം. 1 ഇഞ്ചോളം വരുന്ന ചുരുക്കുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇതുപോലെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം. ഒരു 6 ചുരുക്കൊക്കെ മതി. അപ്പം ഇവിടെ 3. ഇനി ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു 3 എണ്ണം കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഈ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് ഇത് ബെൽറ്റുമായി കൂട്ടി യോജിപ്പിച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ചുരുക്കൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇവിടെ വരെ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ചുരുക്കിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഈ പോയിൻ്റ് എപ്പോഴും താഴെ വശത്തെ ഈ ചുരുക്ക് വെച്ച ഈ പോയിൻ്റുമായിട്ട് തന്നെ കറക്റ്റിൽ വരണം. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഈ ബെൽറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും നേരത്തെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച ഈ സെൻറ്റർ പോയിൻറ്റും ഇവിടെ വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇവിടെയും ചുരുക്കിട്ട് കൊടുക്കാൻ. ചുരുക്കിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ വരെ അതുപോലെ ചെയ്യുക. പിന്നെയും അതുപോലെ തന്നെ കുറച്ച് സ്ഥലം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുരുക്കിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയും സെൻറ്റർ വരുന്നത്, ഇതിൻ്റെയും സെൻറ്റർ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ സെൻറ്ററും വരുന്ന വിധത്തിൽ ചുരുക്കിട്ട് കൊടുത്തിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ മുകളിലേക്കൂടി ഒന്ന് പതിച്ച് തയ്ക്കണം. ഇനി ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം.
അതിന് വേണ്ടിയിട്ട് ഈ വള്ളി വെക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കണം. അത്രയും ഭാഗം വിട്ടിട്ട് ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ തയ്ക്കുമ്പോൾ 1 ഇഞ്ചോളം ഒന്നോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. ഇങ്ങോട്ട് വരുംതോറും ഒരു 1/2 ഇഞ്ച് മതി തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾവശത്ത് ഇതിനെ ഒന്ന് മടക്കി തയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനിവിടെ ഇതുപോലെ ഇങ്ങനെ എടുത്തു. അങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി ഞാൻ സെമി പട്ടിയാല സൽവാർ സ്റ്റിച്ചിങ്ങിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ വരെ തയ്ക്കുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് തയ്ച്ചതിന് ശേഷം ഇതുപോലെ മുകളിൽ വരെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഇതിൻ്റെ ഫ്രണ്ട് വശം ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ നല്ല നീറ്റിലുണ്ടാവും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇവിടെ നിന്ന് ചെരിച്ച് തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. അത് അങ്ങനെ തയ്ച്ചു കൊടുത്ത് മറ്റേ കാലിൻ്റെ അവിടെ വരെ തയ്ച്ചു കൊടുക്കണം. അതിന് ശേഷം ചെയ്യുന്നത് മുകളിൽ വള്ളി പിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് മടക്കി തയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെറുതായിട്ടൊന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതുപോലെ വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. അതും ഇതിന് ശേഷം ചെയ്തു കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ വള്ളി പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വള്ളി ഞാൻ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെച്ച് കൊടുത്ത വള്ളി അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് തയ്ച്ച സിമ്പിൾ ചുരിദാർ പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഇതുപോലെ തയ്ച്ചെടുക്കാൻ. നമ്മുടെ അളവ് പാൻറ് വെച്ച് തന്നെ ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്